കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ഉള്ളിലുണ്ടാവുക. അങ്ങനെ അവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നിരാശയിലേക്ക് അവർ കൂപ്പുകുത്താറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കഠിനാധ്വാനം ചെയ്ത ബിടെക്കിന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടും ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കാൺപൂരിൽ ബിരുദധാരിയായ യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നു. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് തലത്തിൽ 1ാം റാങ്കും ഉത്തർപ്രദേശിൽ 3ാം റാങ്കും നേടിയ ആനന്ദ് കുമാറാണ് കാൺപൂരിൽ ഗോവിന്ദ് നഗറിലുള്ള സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത്. 23 വയസ്സായിരുന്നു ആനന്ദ് കുമാർ എന്ന വ്യക്തിയുടെ പ്രായം. അതായത് ഇനിയും ഒരുപാട് ശ്രമിക്കാൻ പറ്റുമായിരുന്ന പ്രായം, ഒന്നും തുടങ്ങാത്ത പ്രായം, സ്വപ്നം കണ്ട് മാത്രം മുട്ടിട്ട് തുടങ്ങിയ പ്രായം. ആ പ്രായത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതിനെ പറ്റി പലപ്പോഴായി ചിന്തിക്കാതെ പോകുന്ന കുട്ടികളാണ് നമുക്ക് ചുറ്റും ഉള്ളത്. സോറി പപ്പ, സർക്കാർ ജോലിക്കായി ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു, പക്ഷേ വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. ഇംഗ്ലീഷിൽ കുറിച്ച 5 വരി ആത്മഹത്യയിൽ കുറിച്ച് പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. കാൺപൂരിലെ പ്രാൺവീർ സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 2024 ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു ആനന്ദ് കുമാർ. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇദ്ദേഹത്തിന് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലിനെ നിന്നാണ് ബിരുദദാന ചടങ്ങിൽ വെച്ച് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. മൂത്ത സഹോദരന്റെ വിവാഹ നിശ്ചയത്തിന് ആവശ്യങ്ങൾക്കായി കുടുംബങ്ങൾ ബീഹാറിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. വീട്ടിലെ വേലക്കാരൻ എത്തി വാതിൽ മുട്ടിയിട്ടും തുറക്കാതിരുന്നതിൽ തുടർന്ന് അയൽക്കാരെയും പോലീസിനെയും വിവരമറിയിക്കുകയും ആയിരുന്നു. പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ആനന്ദിനെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പഠനത്തിന് ശേഷം പവർ ഗ്രിഡിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയ ആനന്ദ് തുടർന്ന് സർക്കാർ ജോലിക്കായുള്ള മത്സര പരീക്ഷകളുടെ പരിശീലനത്തിലായിരുന്നു. റെയിൽവേ, SSC, ബാങ്കിംഗ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയുടെ 50ഓളം പരീക്ഷകൾ എഴുതിയെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മകൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് റിട്ടയേർഡ് ജീവനക്കാരനായ പിതാവ് രാജ്കുമാർ സംഭവത്തിൽ പ്രാദേശിക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ തങ്ങളുടെ പരീക്ഷകളിൽ വിജയം കണ്ടെത്താനാവാത്ത വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ആദ്യമായിട്ടല്ല പുറത്തു വരുന്നത്. ഇതിനു മുൻപും എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ ആ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം അങ്ങനെ തന്നെയാണ്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്.